God, praise the Lord. Hallelujah. ഇന്നത്തെ വചന ചിന്തയ്ക്കായി ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 28-29 വാക്യം. Matthew chapter 7, 28 and 27, 29. വൻമഴ കഴിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വെട്ടുമൻ 7:28. മത്തായി 7. And so it was when Jesus had ended these sayings that the people were astonished at his teaching, for he had taught them as one having authority, not as the scribes. Hallelujah. ഈ വചനങ്ങൾ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികമുള്ളവരായിട്ടേ അവൻ അവരോട് ഉപദേശിച്ചത്. Praise the Lord. അപ്പോൾ ഈ വചനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. Glory to God. Praise the Lord. ദൈവമേ, ഇതിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവ്. ഹല്ലേലൂയ. Glory to God. Praise the Lord. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുന്ന ദൈവമല്ലോ, ബലഹീനതയെ ഞങ്ങൾക്ക് തുണ നൽകണമേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സകലം യേശുവിൻ നാമത്തിൽ തന്നെ. Praise the Lord. ഇവിടെ നമ്മുടെ ഗിരിപ്രഭാഷണം ഇതിനു മുമ്പുള്ള 3 അധ്യായങ്ങളിൽ 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ്. യേശു ക്രിസ്തു ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ പുരുഷാരത്തെ കണ്ടാൽ മലയിൽ കയറി ഹല്ലേലൂയ അവരോട് വചനം സംസാരിച്ച ഭാഗമാണ് അതിന് മുമ്പുള്ള ഗിരിപ്രഭാഷണം. അപ്പോ ഇത് കർത്താവ് പഠിപ്പിക്കുമ്പോൾ കർത്താവ് എങ്ങനെ ഉപവസിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ കൊടുക്കണം. മറ്റുള്ള പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന നിലയിൽ അത് അങ്ങനെയുള്ള പകരം ചോദിക്കുന്ന അനുഭവങ്ങളായിരുന്നെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ശത്രുവിനെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോ അവരുടെ ശാസ്ത്രന്മാർ പഠിപ്പിച്ചതുപോലെയല്ല യേശു പഠിപ്പിച്ചത്. അവര് പരീശന്മാരും ശാസ്ത്രിമാരും പഠിപ്പിച്ച ന്യായപ്രമാണവും സങ്കീർത്തനങ്ങളും അവരുടെ ആലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതുപോലെയുള്ള ഉപദേശമല്ല യേശുവിന്റെ ഉപദേശം. അപ്പൊ അവര് പറഞ്ഞ കാര്യമാണ്, പുരുഷാരം പറഞ്ഞ കാര്യമാണ്. വചനത്തെ പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം ഉപദേശത്തിൽ വിസ്മയിച്ചു. അതുപോലെ തന്നെ കർത്താവ് കടന്നു വന്ന പുസ്തക ചുരുൾ എഴുതി എടുത്തു വെച്ച് വചനം വായിച്ചപ്പോഴും എല്ലാവരും വിസ്മയിക്കാനിടയായി. അപ്പൊ കർത്താവിന്റെ വചനം അല്ലെങ്കിൽ വിസ്മയം തരുന്നതാണ്. അത് കേൾക്കുമ്പോൾ ബോറടിക്കുന്നതല്ല. കർത്താവ് പ്രസംഗിച്ചപ്പോൾ പുരുഷാരെല്ലാം വിട്ടുപിരിയാതെ കേട്ടിരുന്നു. അല്ല, നിർജ്ജന പ്രദേശത്താണെങ്കിലും കർത്താവിന്റെ വചനം കേട്ടപ്പോൾ പുരുഷാരെല്ലാം അവിടെ വിട്ടുപിരിയാതെ കാത്തിരിക്കുവാനിടയായി. അവർക്ക് പോകണ്ട, അല്ലെങ്കിൽ വീട്ടിൽ പോകണ്ട. അവര് ക്ഷീണിച്ചപ്പോൾ കർത്താവ് മനസ്സറിഞ്ഞാണ് 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. ഹല്ലേലൂയ. അതുപോലെ നമ്മള് ഇവിടെ കാണുമ്പോൾ കർത്താവിന്റെ വചനം ജനം ഹല്ലേലൂയ സ്തോത്രം ഗന്നസരത്ത് തടാകത്തിന് മുമ്പിൽ പുരുഷാരം വചനം കേൾപ്പാൻ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ പടകിൽ കർത്താവ് പത്രോസ് പടക് യേശുവിന് വേണ്ടി മാറ്റി കൊടുക്കുവാനിടയായി. അപ്പോ അത് ലൂക്ക് ചാപ്റ്റർ 5-ലുണ്ട്. 1 തൊട്ട് 5 വരെ വായിക്കും. ലൂക്ക് ചാപ്റ്റർ 5 verse 1 to 5. So it was that as the multitude pressed about him to hear the word, that he stood by the lake of Gennesaret, and saw 2 boats standing by the lake, but the fishermen had gone from them and were washing their nets. Then he got into one of the boats, which was Simon's, and asked him to put out a little from the land. And he sat down and taught the multitude from the boat. ഹല്ലേലൂയ. അപ്പോൾ ഇത് പുരുഷാരം തിക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് തന്റെ പടക് വിട്ടുകൊടുത്തു. ഈ പത്രോസ് പടക് വിട്ടുകൊടുത്തിട്ട് പടകിനടുത്ത് ഈ വലയിൽ നിന്നാക്കി ക്ലീൻ ചെയ്ത് വചനം കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ യേശുക്രിസ്തു കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും എന്ന് പറഞ്ഞു. അത് അധികാരത്തിന്റെ വചനമാണ്. Glory to God. Praise the Lord. അന്ന് വരെ എക്സ്പീരിയൻസ് ഉള്ള പത്രോസ് അത്തുവരെയും കടലിലുള്ള പല തന്ത്രങ്ങളും പത്രോസിന് അറിയാം. അവന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ യേശുവിന്റെ വചനം കേട്ടിട്ട് വചനത്തിന് കർത്താവെ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു
എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആ വചനം കേട്ടപ്പോൾ ഒരു ധൈര്യം പത്രോസിന് അവന്റെ ഉള്ളത്തിൽ കിട്ടുവാനിടയായി. ആ കർത്താവിന്റെ വാക്കിന് ധൈര്യപ്പെട്ട് വലയിറക്കുവാനിടയായി. അപ്പോ ആ അധികാരത്തിന്റെ വചനം ഏറ്റെടുത്തപ്പോൾ ഹല്ലേലൂയ ആ പെരുത്ത മീൻകൂട്ടം പിടിക്കുവാനിടയായി. അവന് അതുവരെ പിടിക്കാത്ത നിലയിൽ മീൻപിടുത്തം അത്ര വലുതായി കണ്ടപ്പോൾ അവന് സംഭ്രമം പിടിച്ചു. ആ സംഭ്രമം പിടിച്ചപ്പോൾ ഇത് കേട്ടിട്ട് കൂടെയുള്ള ശീമോനും യാക്കോബിനും അതേ അനുഭവം, അവന്റെ കൂടെയുള്ള കൂട്ടുകാർക്കും അതേ അനുഭവം പിടിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞ ഒരു വചനമുണ്ട്, അതിന്റെ 10-ാം വാക്യത്തിന്റെ അവസാനം 5 കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ പദ്ധതി കണ്ടിട്ട് ഈ അധികാരത്തോടെയുള്ള ആ വാക്ക് കേട്ട് വലയിറക്കിയപ്പോൾ മീൻകൂട്ടം കണ്ടിട്ട് അല്ലെങ്കിൽ പത്രോസും കൂടെയുള്ളവരും പേടിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ പാപിയായ മനുഷ്യൻ അല്ലെങ്കിൽ എന്നെ വിട്ടുപോകണമെന്ന് പറഞ്ഞേ. അപ്പോ വചനം കേട്ടപ്പോൾ ഒരു കാര്യം അവന് പിടികിട്ടുവാനിടയായി, പാപബോധം അവന്റെ ഉള്ളിൽ വെളിപ്പെടുവാനിടയായി. നമ്മൾ വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പാപബോധം ഉണ്ടാകുന്നത്. വചനം കേൾക്കുമ്പോഴാണ് കർത്താവെ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ പത്രോസ് അതുപോലെ തന്നെ കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല, എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറയുവാനിടയായി. പത്രോസ് ഈ മീൻകൂട്ടത്തെ നോക്കി യേശുവിനെ നോക്കി. അന്ന് വരെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസ് അവന്റെ തൊഴിൽ മീൻപിടുത്തമായിരുന്നെങ്കിൽ അതെല്ലാം വിട്ടുകൊണ്ട് യേശുവിനെ പിൻപറ്റുവാനിടയായി. അപ്പൊ ആ അധികാരത്തിന്റെ വചനം അല്ലെങ്കിൽ ആ കർത്താവ് പറഞ്ഞ വചനത്തിന്റെ ശക്തി എത്ര വലുതാണ്. ഈ മീൻകൂട്ടത്തെ അല്ലെങ്കിൽ അവന്റെ സോഴ്സിനെ വിട്ട് ആ യേശുവിനെ പിൻപറ്റണമെങ്കിൽ അല്ലെങ്കിൽ വലയും പടകും വിട്ട് അവർ സകലം ഉപേക്ഷിച്ചിട്ട് യേശുവിനെ പിൻപറ്റുവാനിടയായി. നമ്മുടെ കർത്താവ് അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്തോത്രം നമ്മളിലുള്ള പാപ സ്വഭാവത്തെ വിടുവാനിടയാവും, പാരമ്പര്യത്തെ വിടുവാനിടയാവും, നമ്മളിലുള്ള കുറവുകളെ മാറ്റുവാൻ ദൈവം ഇടയാക്കും. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കർത്താവിനെ പിൻപറ്റുവാൻ പറ്റത്തുള്ളൂ. ദൈവത്തോടുള്ള സ്നേഹമാണ് നമ്മുടെ കർത്താവിനെ പിൻപറ്റുന്നത്. യേശുവിനെ പിൻപറ്റുവാനുള്ള ഒരു കാരണം കർത്താവിനോടുള്ള അകമഴിഞ്ഞ സ്നേഹമാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കും നമ്മളെ എന്ന് നമ്മൾ കേൾപ്പാനിടയായി. വചനം കേട്ടപ്പോൾ അത് നമ്മളെ വിശ്വസിച്ച് ഏറ്റെടുക്കാനിടയായി. ആ കർത്താവിനെ നമ്മളെ സ്നേഹിച്ചു. ആർക്കും നമ്മുടെ പാപത്തിന്റെ കറകളെ മായ്ക്കാൻ കഴിയാതിരിക്കെ യേശുവിന് അതിന് കഴിയുമെന്ന് സ്വന്തം വിശ്വസിച്ചപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് നാം അടുത്തു വരുവാനിടയായി. അങ്ങനെയാണ് കർത്താവിനെ നാം പിൻപറ്റുന്നത്. സ്തോത്രം. യേശുവിനെ പിൻപറ്റുവാൻ ഇടയാകുന്നത് കൊണ്ടാണ്. യേശുവിനുള്ള അധികാരം ജനത്തെ ആകർഷിക്കുവാൻ ഇടയാകുന്നതാണ്. അപ്പൊ അതിന് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ച മാത്യു ചാപ്റ്റർ 9:6 വായിക്കും. പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടായിരുന്നു എന്ന് അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. അവിടെ അതിനു മുമ്പ് മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പക്ഷപാതക്കാരനെ നോക്കി പറയുവാനിടയായി. 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന് അവസാനമുണ്ട്. അപ്പം ഇത് കേട്ടിട്ട് ആ പുരുഷാരം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ നിരൂപണം ഗ്രഹിച്ചിട്ട് ശാസ്ത്രന്മാരെ ചിലർ ഇവൻ ദൈവ ദൂഷണം പറയുന്നു ഉള്ളം കൊണ്ട് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എന്തിനാണ് പാപങ്ങളെ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് ഗ്രഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതിന് കർത്താവ് പക്ഷപാതക്കാരനോട് പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യപുത്രന് ഇത് ചെയ്യുവാൻ അധികാരമുണ്ട് എന്ന് സ്തോത്രം, മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് പുരുഷാരത്തെ ഗ്രഹിപ്പിക്കുവാനാണ് ദൈവം അത് ചെയ്തത്. സ്തോത്രം. നമ്മള് ഇവിടെ നമ്മുടെ ഈ രാജ്യത്തിന്റെ തന്നെ ഒരു പ്രധാനമന്ത്രിയാണെങ്കിലും ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് വരുന്നവർക്കും ഒരു അധികാരം കൊടുക്കുന്നു. ഈ രാജ്യം ഒരു അധികാരം കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് പുറത്ത് അവർ പറയുന്ന വാക്കുകൾക്ക് അധികാരമുണ്ട്. ഓരോ നമ്മുടെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന കടന്നു പോകുമ്പോൾ ആ സ്ഥാപനത്തിന്റെ മാനേജർക്ക് ഒരു അധികാരമുണ്ട്. അതുപോലെ
സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ട് സ്നാനജലത്തിൽ നിന്ന് കയറി, ഹല്ലേലൂയ സ്തോത്രം, കയറിയപ്പോൾ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. അതിന്റെ 3-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യത്തിലുണ്ട്. 16 and 17. When he had been baptized, Jesus came up immediately from the water, and behold, the heavens were opened to him. And he saw the Spirit of God descending like a dove and alighting upon him. And suddenly a voice came from heaven saying, "This is my beloved Son, in whom I am well pleased." ആ പുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോ പിതാവ് പുത്രൻ തന്റെ കൽപ്പനകൾ അനുസരിച്ചതുകൊണ്ട്, പുത്രൻ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ കുഞ്ഞാടായി ലോകത്തിൽ കടന്നു വന്ന്, അല്ലെങ്കിൽ ദൈവം തന്റെ കൽപ്പനയാകുന്ന ദൈവത്തിന്റെ കൽപ്പന സ്നാനം അനുസരിച്ച് മാതൃക കാണിച്ചപ്പോൾ സ്വർഗം തുറന്നു, പ്രാവുന്ന പോലെ ഇറങ്ങി വന്നു. ദൈവശബ്ദം കേട്ടു, അല്ലെങ്കിൽ ഇവൻ എന്റെ പ്രിയപുത്രനാവുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോ സ്വർഗം അധികാരം നൽകി. അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ അടുത്ത ചാപ്റ്ററിൽ യേശു സ്നാനപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിൽ കടന്നുപോകാനിടയായി, ആത്മാവ് നിറഞ്ഞ് കടന്നു വന്നു. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഹല്ലേലൂയ. അധികാരം സ്വർഗം കൈമാറി. ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാർക്കും ഈ അധികാരം ദൈവം നൽകി. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട്, അതിന്റെ 1-ാം വാക്യത്തിൽ. അനന്തരം കർത്താവ് വേറെ 7 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി തീരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിച്ചു. അപ്പൊ കർത്താവ് ഒരധികാരം തന്റെ ശിഷ്യന്മാർക്ക് നൽകി. അധികാരം ശിഷ്യന്മാർക്ക് നൽകി അയച്ചപ്പോ അവരിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടക്കുവാനിടയായി. നമ്മളെയും കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അധികാരം നൽകിയാണ് നമ്മളെ പുറത്തയക്കുന്നത്. യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ വചനം ഏറ്റെടുത്ത് സ്നാനപ്പെട്ട് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ അധികാരം നൽകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞ അവസാനത്തെ കൽപ്പനയാണ്, നിങ്ങൾ കടന്നുപോയി സുവിശേഷം അറിയിപ്പിൻ. ഹല്ലേലൂയ. അങ്ങനെ സുവിശേഷം അറിയിക്കുമ്പോൾ, ഹല്ലേലൂയ, സുവിശേഷം അറിയിച്ച് വിശ്വസിക്കുമ്പോൾ അവർക്ക്, ഹല്ലേലൂയ സ്തോത്രം, അവർ വിശ്വസിച്ച് സ്നാനപ്പെടുന്നവർക്ക് ശിഷ്യാവധിയിൽ നിന്ന് അല്ലെങ്കിൽ ഒഴിവ് തരും. ഹല്ലേലൂയ സ്തോത്രം. അത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അധികാരമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ശിഷ്യന്മാര് ഇവിടെ കർത്താവിന്റെ വചനത്തിനനുസരിച്ച് കടന്നുപോയി, ഈരണ്ടായി കടന്നുപോയി. അവർ കടന്നുപോയി സന്തോഷത്തോടെ മടങ്ങി വന്ന 17-ാം വാക്യത്തിൽ, 10-ന്റെ 17-ാം വാക്യത്തിൽ 17. സന്തോഷത്തോടെ മടങ്ങി വന്നു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. Then the 70 returned with joy and saying, Lord, even the demons are subject to us in your name. And he said to them, I saw Satan fall like lightning from heaven. Behold, I give you the authority to trample on serpents and scorpions, and over all the power of the enemy, and nothing shall be by any means hurt you. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് അവർ സന്തോഷത്തോടെ മടങ്ങി വന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ എന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. അപ്പോ സാത്താൻ മിന്നൽ പോലെ വീഴുന്നത്, ആകാശത്തിന് വീഴുന്നത് കണ്ടു എന്ന് കർത്താവ് പറയുന്നുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. യേശുവിൽ നൽകിയ, പിതാവ് നൽകിയ അധികാരം പുത്രൻ തന്റെ മക്കൾക്ക് അവകാശമായി നൽകിയാണ്. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ, അവരെ അധികാരത്തെ കീഴടക്കാൻ, അല്ലെങ്കിൽ ഒരു ദോഷവും വരുത്തുകയില്ല, നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് പറയുവാനിടയായി. എങ്കിലും ഈ ഭൂതങ്ങൾ കീഴടങ്ങുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പേ. അപ്പോ നമ്മൾക്ക്, അല്ലെങ്കിൽ സ്തോത്രം, നമുക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട്? നമ്മളെ അല്ലെങ്കിൽ വീരപ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും, അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും, നമ്മളെ കർത്താവ് നമ്മളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അനേകരെ കർത്താവിനെ ഘടിപ്പിക്കുവാൻ നമുക്ക് കൃപ നൽകുമ്പോഴും എപ്പോഴും സന്തോഷിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ കർത്താവിന്റെ മകനായി തീർത്തു, മകളായി തീർത്തു, അതിനാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ദൈവം
നമ്മളിലൂടെ ഹല്ലേലൂയ വൻകാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വചനം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്, ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പക്ഷപാതക്കാരൻ എഴുന്നേൽപ്പാൻ ഇടയായത് പാപങ്ങൾ മോചിക്കുവാൻ യേശുവിന് അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുവാനായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നമുക്കും ഈ ദൈവത്തിന്റെ അധികാരം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നിട്ടുണ്ട്. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വചനത്തിന്റെ വെളിപ്പാടുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവ് പറയുന്നത് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം, നമ്മുടെ ചെവികൾ തുറക്കപ്പെടണം. ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ, ദൈവത്തിന്റെ വചനം കേൾപ്പാൻ, അത് ഗ്രഹിക്കുവാൻ, അത് വേണ്ടവണ്ണം ഗ്രഹിക്കുവാൻ, അത് അനുസരിക്കുവാൻ, ദൈവത്തിന്റെ മക്കളായി ജീവിപ്പാൻ, ആ സ്നേഹത്തിൽ നടപ്പാൻ എല്ലാം ദൈവം നമ്മെ ഹല്ലേലൂയ ദൈവം സഹായിക്കുമാറാകണം. ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നാം യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മളെ ആ വചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കുവാൻ ഇടയാവും. ഹല്ലേലൂയ. ജോൺ ചാപ്റ്റർ 15 verse 3. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:3. You are already clean because of the word which I have spoken to you. Abide in me and I in you, as the branch cannot bear fruit itself unless it abides in its vine. Neither can you unless you abide in me. അപ്പോ ദൈവം സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ മേൽ അയക്കപ്പെടുന്നത് നമ്മൾ ശുദ്ധീകരിക്കപ്പെടാനാണ്. പ്രൈസിലോ. ശുദ്ധീകരിക്കുന്ന വചനമാണ് നമ്മുടെ വചനം. ഒന്നാമത് ദൈവത്തിന്റെ വചനം നമ്മെ രക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വചനം കേൾവിയാലാണ് നമുക്ക് രക്ഷ കടന്നു വരുന്നത്. യേശുക്രിസ്തുവിനെ വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കർത്താവിനെ ഏറ്റെടുക്കുമ്പോൾ നമ്മളെ രക്ഷിക്കപ്പെട്ട് സ്നാനത്തിലേക്ക് നമ്മളെ രക്ഷിക്കപ്പെടുന്ന, അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ സ്നാനത്തിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ യേശുവിന്റെ വചനം കേൾവിയായി നാം വിശ്വാസത്താൽ പരിണമിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ, മാനസാന്തരത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ നമ്മളിലൂടെ ചെയ്തെടുപ്പാനിടയാവും. അങ്ങനെ നമ്മൾ കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട ജനം വീണ്ടും വചനം കേൾക്കുമ്പോൾ അനുദിനം വചനം കണ്ടെത്തി നമ്മളെ ക്രമീകരിക്കുവാൻ, മാനസാന്തരത്തിലേക്ക് നടപ്പാൻ, വിശുദ്ധീകരണത്തിലേക്ക് നടപ്പാൻ നമ്മെ ഇടയാകും. യേശുവിന് അല്ലെങ്കിൽ മരണത്തിന് മേൽ അധികാരം, അല്ലെങ്കിൽ അത് യേശുവിന് അല്ലെങ്കിൽ പ്രകൃതിയുടെ മേൽ അധികാരം. അല്ലെങ്കിൽ സ്തോത്രം. ലൂക്കോസിലെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം, 22 മുതൽ 25 വരെ. Luke 8:22. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി കടയിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോയെന്ന് അവരോട് പറഞ്ഞു. അവൻ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് പ്രാണഭയത്തിലായി. അടുക്കൽ ചെന്നു, നാദാ ഞങ്ങൾ നശിച്ചു പോകും എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. അപ്പോ കർത്താവ് പടകിൽ ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. യേശു ഉറങ്ങുന്നു. എന്നാൽ ശിഷ്യന്മാര് അവിടെ ഈ കാറ്റും കോളും കാണുകയാണ്. അപ്പൊ അപേക്ഷിച്ചപ്പോൾ കർത്താവ് അതിനെ ശാസിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ കാറ്റ് നമുക്ക് വേണ്ടി അടിക്കുമ്പോൾ നമ്മൾക്ക് ആശ്രയിപ്പാൻ കർത്താവാണ്. യേശുവിനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിനോട് യാചിച്ചാൽ, അല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയെ ശാന്തമാക്കുവാൻ കർത്താവിന് അധികാരമുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി ശാന്തമാക്കി നൽകും. ഹല്ലേലൂയ. നമുക്ക് ഉറങ്ങുന്ന കർത്താവിനെ ഉണർത്താനേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കണമേ. നാലാമതായി നമുക്ക് വേണ്ടി കർത്താവ് കൂടെയുണ്ട്. നമ്മൾ തനിയല്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കുടുംബത്തിൽ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കർത്താവ് ഭാര്യയും മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ കാറ്റിന്റെ നടുവിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കരം നമുക്ക് വേണ്ടിയുണ്ട്. പല ഓളങ്ങൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അത് കവിഞ്ഞു പോകാതെ, നമ്മളെ ഈ കാറ്റിൽ അല്ലെങ്കിൽ അമർന്നു പോകാതെ, ഈ പ്രതിസന്ധിയിൽ വാടിപ്പോകാതെ നമ്മെ ശാന്തമാക്കി നിർത്തുന്നത് നമ്മുടെ കർത്താവാണ്. പ്രതിസന്ധി ഏതുമാകട്ടെ, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നാം നിലവിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മുടെ പ്രതിസന്ധിയെ ശാന്തമാക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രകൃതിയുടെ മേൽ അല്ലെങ്കിൽ ഹല്ലേലൂയ ഏത് പ്രതിസന്ധിയുടെ മേലും
കർത്താവിന് ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ അധികാരമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 29-ാം വാക്യം 29. For he has commanded the unclean spirit to come out of the man, for it had often seized him, and he was kept under guard, bound with chains and shackles, and he broke the bonds and was driven out by a demon into the wilderness. ഭൂതങ്ങളുടെ മേൽ ദൈവത്തിന് അധികാരം. ഹല്ലേലൂയ സ്തോത്രം. അന്ധകാര ശക്തിയുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. നമ്മളെപ്പോഴും വായിച്ച് കേൾക്കുന്നതാണ്. ഗദ്ദിന്റെ ദേശത്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ ഭൂതഗ്രസ്തനായ മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. അവൻ വീട്ടിലല്ല ഉറക്കം, അല്ലെങ്കിൽ കല്ലറയിൽ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ഈ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ സ്വതന്ത്രനായി വീട്ടിൽ കടന്നുപോയെന്നാണ് 31-ാം വാക്യം. ഹല്ലേലൂയ വീട്ടിൽ മടങ്ങിച്ചെന്നു. അപ്പോ ആരാധനയില്ലാതെ വീട് ഉപേക്ഷിച്ച് ഹല്ലേലൂയ വസ്ത്രമില്ലാതെ നഗ്നനായ അനുഭവത്തിൽ ഹല്ലേലൂയ പുറത്ത് കിടന്ന മകൻ ഹല്ലേലൂയ വീട്ടിൽ ഹല്ലേലൂയ കടന്നു ചെന്നു. ദേശത്ത് സാക്ഷിയായി തീരുവാനിടയായി. യേശു അവന്റെ ബന്ധനങ്ങളെ അറുത്തു കളയുവാനിടയായി. അന്യായ ബന്ധനങ്ങളെ അറുത്തു കളയുന്നതാണ് നമ്മുടെ കർത്താവ്. അതിനായിട്ടാണ് കർത്താവ് വന്നത്. അറുപ്പാനും മുടിക്കുവാനും ശത്രു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്വാതന്ത്ര്യം തരുവാനാണ് കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത്. ഹല്ലേലൂയ സമൃദ്ധിയായ ജീവൻ ഹല്ലേലൂയ നൽകുവാനാണ് കർത്താവ് കടന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ബന്ധനത്തിലിരിക്കുന്നവരെ ബന്ധനങ്ങൾ അഴിച്ചുവിടുവാൻ ഹല്ലേലൂയ സ്തോത്രം ഭൂതങ്ങളെ പുറത്താക്കുവാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവിന് അധികാരമുണ്ട്. ആ കർത്താവിന്റെ അധികാരമാണ് നമുക്കും ദൈവം നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് രോഗത്തിന് മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 43-ാം വാക്യം 43. മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലെ സൗഖ്യം വരുത്തുവാൻ കഴിയാത്തതുമായ സ്ത്രീ പുറകിൽ വടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രാവം നിന്ന് പോയി. എന്നെ തൊട്ടതാണെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പുരുഷൻ നിന്നെ തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. അപ്പൊ ഇവിടെ യേശുവിനെ തൊടുവാൻ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ ഹല്ലേലൂയ സ്തോത്രം രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടു. ഹല്ലേലൂയ. യേശു ഒന്നും ചെയ്തില്ല. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ ആ ശക്തി വ്യാപരിപ്പാനിടയായി. ഹല്ലേലൂയ. സാക്ഷാൽ വചനം ജഡമായി തീർന്ന് ഹല്ലേലൂയ വചനമായ കർത്താവ് ജഡമായി അവതരിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. വചനത്തെ സ്പർശിച്ചപ്പോൾ അല്ലെങ്കിൽ യേശുവിനെ സ്പർശിച്ചപ്പോൾ ഹല്ലേലൂയ വചനം അയച്ച് നമ്മൾ വിടുവിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ എന്നെ വചനം അയച്ച് വിടുവിക്കണമേ, അവിടെ സാക്ഷിയായി തീരുവാൻ. നമ്മുടെ രോഗങ്ങൾ ഏത് തന്നെയായിരുന്നാലും കർത്താവിന്റെ സാക്ഷിയായി തീരണം. കർത്താവെ ആ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീ സൗഖ്യമായതുപോലെ എന്നെ ഒന്ന് സൗഖ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ സൗഖ്യമാകുവാൻ ഇടയാവും. ഹല്ലേലൂയ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാൻസ്റ്റബിളിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ കടന്നു പോകാനായിരിക്കും. അങ്ങനെ ലക്ഷ്മി മിക്കവാറും ഇങ്ങനെ കൺവെൻഷൻ പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി ആൾ കൂടുന്ന കൺവെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി പറയും വേണ്ട എനിക്ക് ഞാൻ വീട്ടിൽ നിന്നുള്ളത് പറയും. അന്ന് നിർബന്ധിച്ച് ലക്ഷ്മിയെ കൊണ്ടുപോകാനായിട്ട് അവിടെ അങ്ങനെ മിക്കവാറും ഇവിടെ കൺവെൻഷൻ സിസ്റ്റർ അറിയാം. സിസ്റ്റർ മിക്കവാറും എല്ലാ കൺവെൻഷൻ മിക്കവാറും അടുത്ത കൂട്ടായ്മയിലൊക്കെ കാണാറുണ്ടെങ്കിൽ അനുഭവം ഉണ്ടാവും മിക്കവാറും. അല്ലെങ്കിൽ ഞാനത് പറഞ്ഞത് ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ആഗ്രഹമാണ്. അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു അല്ലെങ്കിൽ പുതിയൊരു ഉണർവ് അല്ലെങ്കിൽ ഉത്തേജനം, അവിടെ ചെല്ലുമ്പോൾ ദൈവദാസൻ പറയുന്ന പുതിയ ദൂത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രാപിക്കാം എന്നൊരു ആഗ്രഹത്തോടെ ഓടുന്നത്. അപ്പോ ലക്ഷ്യക്കാരെ ആഗ്രഹിക്കില്ല. വീട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് ആരാധിക്കുക. നമ്മുടെ സഭ വരുമ്പോൾ ദൈവങ്ങളോട് ഒന്നിച്ച് ആരാധിക്കുക. ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളൂ ഗ്രൂപ്പിൽ അപ്രൈസിലോ. അപ്പോ അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് കടന്നുപോയി. അവിടെ ഒരു ദൈവദാസൻ ഈ വചനം എടുത്ത് ശുശ്രൂഷിക്കാനിടയായി. വചനം പറയുന്ന ദൈവദാസനല്ല, അതിന് മുമ്പ് ഒരു ചെറിയ ഷോർട്ട് 10 മിനിറ്റ് ഒരു ദൈവവചനം സംസാരിക്കാൻ ഒരു അവസരം കൊടുത്ത ദൈവദാസന് 12 സംവത്സരമായ രക്തസ്രാവക്കാരിയായ അവിടെ കടന്നു എന്ന് വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടു അല്ലെങ്കിൽ എന്ന് വചനം പറയാനിടയായി. ലക്ഷ്യക്ക് ശരീരത്തിൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ മീറ്റിംഗിന്റെ അകത്ത് ആ വചനം ശുശ്രൂഷിച്ച ആ കോളിൽ വെച്ച് തന്നെ സൗഖ്യം ദൈവം കൊടുക്കുവാനിടയായി. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അല്ലെങ്കിൽ ഓരോ മീറ്റിംഗും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടെ നാം
കടന്നു വരുന്നുവെങ്കിൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ പറ്റും. ആ കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. അല്ലെങ്കിൽ ആരോടും ഈ വിഷയം അല്ലെങ്കിൽ പറഞ്ഞില്ല. ദൈവം സൗഖ്യമാക്കി, അവർ ദൈവദാസനോട് എഴുന്നേറ്റ് പറഞ്ഞില്ല. അല്ലെങ്കിൽ കർത്താവ് ഈ മീറ്റിംഗിൽ എന്നെ സ്പർശിക്കണമേ, അല്ലെങ്കിൽ ഈ മീറ്റിംഗിൽ എന്നെ ഒന്ന് തുടരണമേ എന്ന ആഗ്രഹത്തോടെ, ഈ വിഷയത്തിൽ എനിക്കൊരു മറുപടി വേണം എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ബലഹീനതയിൽ ഇറങ്ങി നമ്മെ ആശ്വസിപ്പിച്ച് തൊട്ട് സൗഖ്യമാക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. അതിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ തക്കവണ്ണം അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം അവൻ അനുകൂലമായി പ്രവർത്തിക്കും. ദൈവത്തിന്റെ കരമാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അത്ഭുത മന്ത്രിയാണ്, ആ വീരനാം ദൈവമാണ് നമ്മുടെ കർത്താവ്. കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. അല്ലെങ്കിൽ ഏത് സമയത്തും ദൈവത്തിൽ പ്രവർത്തിക്കാം. അല്ലെങ്കിൽ 55 വാക്യം, കർത്താവിന് മരണത്തിന് മേൽ അധികാരമുണ്ട്. അല്ലെങ്കിൽ 55. ഇപ്പോ യായിറോസിന്റെ മകൾ അവിടെ ഇവിടെ മരിച്ച അനുഭവത്തിൽ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഭാഗമാണ് അതിന് മുമ്പ് നമ്മൾ കാണുന്നത്. അപ്പോ ഇവിടെ കർത്താവ് അവിടെ അവരുടെ വിശ്വാസം കണ്ടിട്ട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ്, കരയേണ്ട അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത് എത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ബാലെ എഴുന്നേൽക്കുക എന്ന് പറയുവാനിടയായി. അധികാരത്തിന്റെ വചനം, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ആ ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആത്മാവ് മടങ്ങി വന്നു. റെയ്നാഡ് ബോംഗെ ഹല്ലേലൂയ പ്രീച്ച് ചെയ്യുന്നതിന്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു ശവം ഏൽപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ഒരു വിശ്വാസാല ഒരു സ്ത്രീ അവിടത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ മീറ്റിംഗ് നടക്കുന്നവർ പറഞ്ഞ് ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. അപ്പോ ആ ഒരു പള്ളിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നതിന്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ ആ ശവം എടുത്തുകൊണ്ട് വെക്കാനിടയായി. വിശ്വാസത്താൽ തന്റെ മരിച്ചവരെ കർത്താവ് അടക്കി കൊടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സ്ത്രീ കൊണ്ടുവന്ന് തന്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരുവാനിടയായി. അവിടെ വിടുതൽ കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടുന്ന് ഹല്ലേലൂയ എന്നുള്ള ഒറ്റ ഉറക്കമുള്ള ഷൗട്ടിങ് കേട്ടപ്പോ താഴെ അനക്കമുണ്ടായി. അല്ലെങ്കിൽ ബോംബെയുടെ മീറ്റിംഗ് കണ്ടിട്ടുണ്ട്. കടന്നു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് 2 ഷൗട്ടിങ് ഉണ്ട്, ഹല്ലേലൂയ. 2 ഷൗട്ടിങ് ഉണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന ദൈവത്തെ സ്തുതിക്കുന്ന ആ ഷൗട്ടിങ്ങിൽ അവിടുന്ന് അനക്കം വന്ന് വ്യാപരിച്ച് എഴുന്നേൽപ്പാനിടയായി. നമ്മുടെ കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും നൽകുന്നതാണ്. ദൈവത്തിന്റെ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നൈലിലെ വിധവയുടെ മോനെ സൗഖ്യമാക്കിയത് നമ്മൾ കാണാം. അല്ലെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചത് കാണാം. യേശുവിന്റെ മരണത്തിന് മേൽ അധികാരം. അല്ലെങ്കിൽ ദൈവം ഒരു വാക്ക് എഴുതിയാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ജനവും എഴുന്നേൽക്കട്ടെ കർത്താവ് പറഞ്ഞാൽ മരിച്ചവരെല്ലാം എഴുന്നേൽക്കും. അല്ലെങ്കിൽ അങ്ങനെ അന്ത്യകാലത്ത് കാഹളം ഊതുമ്പോൾ മരിച്ച മൃതന്മാരെ എഴുന്നേൽപ്പിക്കും എന്നുള്ളതിന്റെ അടയാളമാണ് അല്ലെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചതും നൈലിലെ വിധവയെ അല്ലെങ്കിൽ അവരുടെ മകനെ ഉയർപ്പിച്ചതും യായിറോസിനെ ഉയർപ്പിച്ചതൊക്കെ മരിച്ചാലും ഉയർക്കും. അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ് ഇതൊക്കെ. കല്ലറയിൽ 3 ദിവസം കഴിഞ്ഞ് യേശു എഴുന്നേൽപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ മരിച്ചാലും അടക്കിയാലും ദൈവം എഴുന്നേൽക്കും. അതിന്റെ സ്തോത്രം. അല്ലെങ്കിൽ മാറുക. കർത്താവ് തന്റെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിച്ച് മരിച്ചാലും എഴുന്നേൽക്കും, കാരണത്തിൽ എഴുന്നേൽക്കും. അതാണ് അത് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അല്ലെങ്കിൽ സ്തോത്രം മാനവരാശിക്ക് വേണ്ടി മുഴുവനുമായി അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ കല്ലറ അല്ലെങ്കിൽ സാക്ഷ്യത്തിനായി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ അത് ചൈതന്യം നൽകുന്നതാണ്, നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. 18 and 19. Luke. The Spirit of the Lord is upon me, because He has anointed me to preach the gospel to the poor. He has sent me to heal the brokenhearted, to proclaim liberty to the captives, and recover the sight of the blind, to set at liberty those who are oppressed. അപ്പോൾ ഇത് കർത്താവിന് ഈ പാപങ്ങളെ മോചിച്ചപ്പോഴും
മോചിക്കാൻ അധികാരം കൊടുക്കുന്നു ശാസ്ത്രന്മാരും പരീക്ഷന്മാരെല്ലാം തുറിച്ചു നോക്കി എന്താ ചെയ്യാൻ പോകുന്നത്, ഇതെന്താണ്, ഗുരുപദേശമാണോ എന്താണ്. അതുപോലെ തന്നെ ഈ വചനം വായിച്ചപ്പോഴും അവരെല്ലാവരും അവരെല്ലാവരും ഉറ്റുനോക്കുവാനിടയായി. ജനമെല്ലാം ആശ്ചര്യപ്പെട്ടു. ദരിദ്രന്മാർ സുവിശേഷം അറിയിപ്പാൻ, അഭിഷേകം ചെയ്യാൻ, ആത്മാവ് ബദ്ധന്മാർക്ക് വിടുതൽ, ഗുരുടന്മാർക്ക് കാഴ്ച, പ്രസംഗിക്കുവാൻ, പീഡിതന്മാർക്ക് വിടുതൽ. അപ്പോ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും അയച്ചിരിക്കുന്നു എന്ന് വാക്ക് കേട്ടപ്പോൾ അത് വലിയ ആശ്വാസമാണ്. പീഡിതന് ആശ്വാസം, രോഗിക്ക് ആശ്വാസം, ബദ്ധന്മാർക്ക് വിടുതൽ. അങ്ങനെ കർത്താവിന്റെ വചനം പറഞ്ഞത് കേട്ടിട്ട് അവനെ എല്ലാവരും പുകഴ്ത്തുവാനിടയായി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്ക് കേട്ട് ആശ്ചര്യപ്പെടുവാനിടയായി. കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, അത് ഏറ്റെടുക്കുമ്പോൾ ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് നിറയ്ക്കുവാനിടയാവും. ലോകം തരുന്ന ഒരു സമാധാനമല്ല ദൈവത്തിന്റെ സമാധാനം. ദൈവം തരുന്ന സമാധാനം എന്നും നിലനിൽക്കുന്ന സമാധാനമാണ്. കർത്താവിന്റെ സമാധാനം നമുക്ക് നൽകുകയാണ് കർത്താവ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സമാധാനമല്ല നമുക്ക് നൽകുന്നത്. ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ നടുവിലും വേദനകളുടെ നടുവിലും അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ നടുവിലും യേശു ഒരു പരാജയം പറഞ്ഞില്ല. പിതാവിന്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറണമെന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണ് നമ്മുടെ സമാധാനം. ദൈവത്തിന്റെ ലാവണ്യ വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ദൈവമേ വചനമയച്ച് എനിക്കൊരു സൗഖ്യം നൽകണമേ, ദൈവമേ വചനമയച്ച് എന്നെ വിടുവിക്കണമേ, ഈ സമാധാനമില്ലാത്ത അനുഭവത്തിൽ സന്തോഷം എന്നെ ദൈവം നൽകണമേ, സമാധാനം എന്നെ ദൈവം നൽകണമേ. കർത്താവിന് കഴിയും എന്ന ആ വിഷയത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ സമാധാനം അയക്കും. ലോകം തരുന്ന സമാധാനമല്ല ദൈവം നൽകുന്നത്. ആ ഗോശാലകളിൽ കന്നുകാലികളില്ലെങ്കിലും, അല്ലെങ്കിൽ മുന്തിരിവള്ളികൾ ഫലമില്ലെങ്കിലും, അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കും, ആ കർത്താവിന്റെ നാമം അല്ലെങ്കിൽ ഉയർത്തും, അല്ലെങ്കിൽ ആ ദൈവിക സന്തോഷം ധാന്യം വീഞ്ഞു വർദ്ധിച്ചപ്പോൾ അധികമായ സന്തോഷം നമ്മുടെ ഉള്ളിൽ പകരുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, ആ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം. ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടെങ്കിൽ നമുക്കും ദൈവം നൽകിയിരിക്കുന്നു. രോഗികളുടെ മേൽ ഹല്ലേലൂയ സ്തോത്രം അധികാരം, ഹല്ലേലൂയ സ്തോത്രം, യേശുവിനുണ്ടായിരുന്ന അതേ അധികാരം നാം മനുഷ്യന് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, നിങ്ങൾ പുറപ്പെട്ട് ഹല്ലേലൂയ പോയി സുവിശേഷം അറിയിക്കുവിൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, സുവിശേഷം അറിയിച്ചാൽ ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. കർത്താവ് പറഞ്ഞ മാർക്ക് ചാപ്റ്റർ 16 അതിന് 15-18 വരെ വായിക്കാം. മർക്കോസിന് സുവിശേഷം. And he said to them, Go into all the world and preach the gospel to every creature. He who believes and is baptized will be saved, but he who does not believe will be condemned. And these signs will follow those who believe. In my name they will cast out demons. They will speak in new tongues. They will take up serpents, and if they drink anything deadly, it will by no means hurt them. They will lay hands on the sick and they will recover. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മള് കർത്താവിന്റെ കമാൻഡ്മെന്റ് ആണ്. കർത്താവ് പറഞ്ഞ ഒരു അവസാനത്തെ വാക്കുകളാണ്. യേശുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് തൊട്ടു മുമ്പ് നിങ്ങൾ ഭൂലോകത്തിലെല്ലാം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നത് സാധനം രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും, വിശ്വസിക്കുന്നവരെ ഈ അടയാളങ്ങൾ നടക്കും. അപ്പോ നമുക്ക് തന്ന അധികാരമാണ് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഭൂതങ്ങളെ പുറത്താക്കുക, പുതുഭാഷകളിൽ സംസാരിക്കുക, മാരകമായ എന്ത് പിടിച്ചാലും മാരകമായ ഹല്ലേലൂയ സ്തോത്രം ഒന്നും സംഭവിക്കാതെ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മാരകമായ യാതൊന്ന് പിടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. ഹല്ലേലൂയ സ്തോത്രം. ദോഷമായിട്ടൊന്നും ഹല്ലേലൂയ സ്തോത്രം ഭവിക്കാതെ നമ്മെ കാത്തുപരിപാലിക്കുവാൻ ശക്തിയുള്ള കർത്താവാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം കൊടുക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇതെല്ലാം ദൈവം കർത്താവായ യേശുക്രിസ്തു ചെയ്തത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഹല്ലേലൂയ സ്തോത്രം എന്നിൽ അധികമായി ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പത്രോസിന്റെ പ്രവൃത്തിയിലൂടെ നോക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഇങ്ങനെ ഈ കാർപ്പറ്റയിലൂടെ പത്രോസ് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ തൊട്ട് സൈഡിലിരിക്കുന്ന രോഗികൾക്കെല്ലാം സൗഖ്യമാണ്. ആ നിഴലടിച്ചാൽ മതി. ഹല്ലേലൂയ. പൗലോസ് റുമാല് പ്രാർത്ഥിച്ചു കൊടുത്തയച്ച് രോഗികളുടെ മേൽ ആ റുമാല് കൊണ്ട് വെച്ചാൽ സൗഖ്യമാണ്. ഗ്ലോറി ടു ഗോഡ്. യേശു അങ്ങനെ ചെയ്തില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തെ വിശ്വസിച്ച് മുമ്പോട്ട് കടന്നു വരുന്ന ഹല്ലേലൂയ എളിയവരായ നമ്മളിലൂടെ കർത്താവിന്റെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവം സഹായിക്കും. ഹല്ലേലൂയ സ്തോത്രം. യേശുക്രിസ്തുവിന് അധികാരം ഉണ്ടായിരുന്നതുപോലെ തന്നെ ഹല്ലേലൂയ യേശുക്രിസ്തു തന്നിലുള്ള അധികാരം മക്കൾക്ക് ദൈവം ദാനമായി നൽകുവാനിടയായി.
ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ നിങ്ങൾക്ക് കാര്യമുണ്ട്, എന്നാൽ കാര്യസ്ഥനെ നിങ്ങൾക്കായി അയക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും ഹല്ലേലൂയ ചുറ്റുവട്ടത്തെല്ലാം എന്റെ സാക്ഷികളായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണ് എന്റെ അപ്പോസ്തലന്മാർ സാക്ഷികളായി തീർന്നത്. അതിലൂടെയാണ് അവർ അധികാരത്തിലുള്ള ശുശ്രൂഷ വെളിപ്പെട്ടത്. തന്റെ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചത് അവരിലൂടെയാണ് വീരപ്രവർത്തികൾ നടന്നത്. അല്ലെങ്കിൽ എല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ്. ആ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ഈ അധികാരത്തിന്റെ ശുശ്രൂഷ ഹല്ലേലൂയ അനേകരെ രക്ഷിച്ചെടുപ്പാൻ, ന്യായവിധിയിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അധികാരത്തിന്റെ ശുശ്രൂഷ നമ്മുടെ മേൽ ദൈവം കൈമാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം സകലത്തിന്റെ മേലും അധികാരമുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് സകലതും അറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ സന്തോഷിപ്പാൻ, വചനം മെഡിറ്റേറ്റ് ചെയ്യുവാൻ, വചനം വ്യാപകം ധ്യാനിപ്പാൻ നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ പകരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ്